ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് യുവരാജുമായി ബന്ധപ്പെട്ടതാണ്. യുവരാജിനെ ആർക്കും തന്നെ മറക്കാൻ സാധിക്കില്ല. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ യുവരാജ് നേടിത്തന്നിട്ടുണ്ട്. ഇപ്പോഴിതാ യുവരാജ് സിംഗ് ഇന്ത്യൻ ടീമിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്രാവശ്യം കോച്ചായിട്ടാണ് വരുന്നത്. രാഹുൽ ദ്രാവിഡിന്റെ കോച്ചിങ് അവസാനിക്കുകയാണ്. T20 വേൾഡ് കപ്പോടെ ദ്രാവിഡ് പടിയിറങ്ങും. പുതിയ കോച്ചിനെ BCCI ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഗംഭീർ, ആശിഷ് നെഹ്റ, യുവരാജ് സിംഗ് ഇവരിൽ ഒരാളായിരിക്കും ഇന്ത്യയുടെ പുതിയ കോച്ച് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ യുവരാജ് ആകാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് സഞ്ജുവിനെ ലോകകപ്പ് ടീമിൽ എടുത്തത്. സഞ്ജു എവിടെ കളിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സഞ്ജുവിന് അനുകൂലമാണ്. സഞ്ജുവിനെ ഓപ്പണിംഗിൽ പരീക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. രോഹിത് ശർമ്മയും സഞ്ജുവും ചിലപ്പോൾ ഓപ്പണിംഗിൽ ഇറങ്ങിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വിരാട് കോഹ്ലി പതിവ് പോലെ തന്നെ വൺഡൗണിൽ കളിക്കും. 4 നമ്പറിൽ സൂര്യകുമാറാണ് ബാറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തുമുണ്ട്. സഞ്ജുവിനെ കീപ്പറാക്കാനല്ല രോഹിത് ശർമ്മയുടെ പദ്ധതി. പവർ പ്ലേയിൽ അടിച്ചു കളിക്കുന്ന ഒരു താരത്തെ ആവശ്യമാണ്. സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഫോം അതിന് അനുകൂലമാണ്. ജയ്സ്വാളിനെ വെസ്റ്റ് ഇൻഡീസിൽ കളിച്ച പരിചയമില്ല. എന്നാൽ സഞ്ജു വെസ്റ്റ് ഇൻഡീസിൽ തകർത്ത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കാനാണ് ഇവരുടെ പദ്ധതി. സഞ്ജു ഓപ്പണിംഗിൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.